നമസ്കാരം. എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഫ്രാൻസിസ് മാത്യു. തിരുവചനത്തെ ആസ്പദമാക്കി ഇന്ന് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. വിശുദ്ധ പൗലോസ്ലീഹ ഹെബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 12-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നുണ്ട്: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും അതിശക്തവുമാണെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിനാലാണ് ദൈവത്തിൻ്റെ വചനം ഉച്ചരിക്കുമ്പോൾ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആരും മറന്നു പോകാതെ.